എസ് കോയമ്പത്തൂർ നിവാസികൾ പറഞ്ഞതുപോലെ വാളയാറിനപ്പുറത്ത് ഒരു പ്രശ്നവും ഇല്ല. ഈ പിണറായിയുടെ ഉറ്റ സുഹൃത്തായ ഉറ്റ ചങ്ങാതിയായ സ്റ്റാലിൻ ഭരിക്കുന്ന തമിഴ്നാട്ടിൽ ഈ പണിമുടക്ക് അവിടെയുള്ളവർക്ക് അറിയുക പോലും ഇല്ല. ഇനി നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് നേരെ കൊല്ലത്തേക്ക് പോവാം. കൊല്ലം ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ച് CITU DYFI പ്രവർത്തകർ പണിമുടക്ക് ദിവസം ഓഫീസിലെത്തിയ പഞ്ചായത്ത് സെക്രട്ടറിയെയാണ് തടഞ്ഞത്. ജോലിക്കെത്തിയ മറ്റ് ഉദ്യോഗസ്ഥരെയും തടഞ്ഞിരുന്നു. മനോജ് ചേരുന്നു. മനോജ്, CITU DYFI പ്രവർത്തകരുടെ കയ്യൂക്ക് എങ്ങനെയായിരുന്നു? ആ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ നേരെ ആ പഞ്ചായത്ത് ഓഫീസ് അടയ്ക്കേണ്ടി വന്നോ? എന്താണ് വിശദാംശങ്ങൾ? ഇളമ്പള്ളൂർ പഞ്ചായത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകുന്നത്. അതായത് DYFI CITU പ്രവർത്തകർ ഈ പണിമുടക്ക് ദിനത്തിൽ അവിടേക്ക് എത്തുകയും അവിടേക്ക് ഈ ദിനത്തിൽ ജോലി ചെയ്യാനെത്തിയ ഉദ്യോഗസ്ഥരെയാണ് തടഞ്ഞത്. പഞ്ചായത്ത് സെക്രട്ടറി അടക്കം തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഈ പഞ്ചായത്തിന് പുറത്ത് ഉപരോധ സമരം ഉണ്ടായിരുന്നു. ഈ കൊടിയുമൊക്കെയായി അവിടെ DYFIയുടെയും അതോടൊപ്പം തന്നെ CITUവിന്റെ പ്രവർത്തകർ തടിച്ചു കൂടുകയും പിന്നീട് അത് ഒരു കയ്യേറ്റത്തിലേക്ക് അടക്കം പോകുമെന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും പൊതുപണിമുടക്ക് എന്നുള്ള രീതിയിൽ ഈ CITU ട്രേഡ് യൂണിയനുകളൊക്കെ ചേർന്ന് നടത്തുന്ന ഈ ഒരു പണിമുടക്കിൽ KSRTC ഡിപ്പോയിൽ നിന്നുള്ള ബസ്സുകളുടെ സർവീസുകൾ മുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജലഗതാഗത വകുപ്പിന്റെ സർവീസുകളും നടന്നിട്ടില്ല. ഭക്ഷണശാലകളും കടകളും അടക്കം ഈ ട്രേഡ് യൂണിയന്റെ ആളുകൾ ചേർന്ന് അടപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുനലൂരിൽ തുറന്ന് പ്രവർത്തിച്ച SBI മുത്തൂറ്റ് ബാങ്കുകളടക്കം DYFI പ്രവർത്തകർ അവിടേക്ക് വന്ന് അടപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ തവണയും ഈ പണിമുടക്ക് ദിനത്തിൽ ചില കടകളിലൊക്കെ എത്തി ബലമായി തന്നെ അവിടെ അടപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു രീതി തന്നെയാണ് ഇപ്പോഴും തുടർന്നു പോകുന്നത്. കൊല്ലം ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ച് CITU DYFI പ്രവർത്തകർ പണിമുടക്ക് ദിവസം ഓഫീസിലെത്തിയ പഞ്ചായത്ത് സെക്രട്ടറിയാണ് തടഞ്ഞത്. ജോലിക്കെത്തിയ മറ്റ് ജീവനക്കാരെയും തടഞ്ഞിരുന്നു. മനോജാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.